നമുക്ക് മാർവലിൻ്റെയും ഡിസിൻ്റെയും ആനിമീസിൻ്റെയും കുറച്ച് അപ്ഡേറ്റ്സ് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓരോ വീക്കിൻ്റെ അവസാനമായിട്ട് ചെയ്യാമെന്ന്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. നമുക്ക് മാർവലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ബ്ലാക്ക് പാന്തർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ വന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയാ. പ്ലീസ് സ്പോയിൽ ചെയ്യരുത്. ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിയുമ്പോൾ ഞാനൊരു ചെറിയ റിവ്യൂ ഇടുന്നുണ്ടാവും. ഇനി വരാൻ പോകുന്ന നമ്മുടെ സ്പൈഡർമാൻ്റെ 3 മൂവീസും ടോം ഹോളണ്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത് കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തു. അതേതായാലും നന്നായി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടോം ഹോളണ്ട് തന്നെ അല്ലേ സ്പൈഡർമാനായിട്ട് നല്ലത്? പിന്നെ വിഷൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വൈറ്റ് വിഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണോ? ഏകദേശം ഈ വൈറ്റ് വിഷനെ കുറിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാ. എത്ര നല്ല പ്രൊജക്ട്സ് ഒക്കെ കിടക്കുന്നത്, എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. പിന്നെ ഇപ്പം വക്കാണ്ട ഫോർ എവറിന്റെ മൂവിയിൽ നമ്മുടെ അയൺ ഹേർട്ടിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അയൺ ഹേർട്ടിനെ വെച്ചിട്ട് ഒരു സീരീസും വരുന്നുണ്ട്. ആ സീരീസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെഫിസ്റ്റോ വരുന്നുണ്ടാവുന്നു. മീൻസ് ടെക്നോളജി വേഴ്സസ് മാജിക് ആ ഒരു തീമിലാണ് അത് പോകുന്നത്. ഇപ്പോൾ ഒരു റൂമർ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഫിസ്റ്റോ അയൺ ഹേർട്ടിന്റെ 5ാമത്തെ എപ്പിസോഡിലും 6ാമത്തെ എപ്പിസോഡിലും ആയിരിക്കും വരുന്നത്. അത് ഏതായാലും കിടക്കും. നമ്മുടെ MCUലേക്ക് മെഫിസ്റ്റോ, ഗോസ്റ്റ് റൈഡർ സീനായിരിക്കും അതൊക്കെ. ഞാൻ ഏതായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മുടെ അകത്തേനെ വെച്ചിട്ട് ഇറക്കുന്ന ആ സീരീസിൽ 9 എപ്പിസോഡായിരിക്കും ടോട്ടൽ ഉണ്ടാവുക. അതിൽ എനിക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. കണ്ട് തന്നെ അറിയാം എങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മുടെ ഡെഡ്പൂൾ 3 പടത്തിൽ മോബിയസ് വരുന്നുണ്ട്. വെറുതെ അപ്പിയർ ആവുന്നുണ്ടെന്ന് മാത്രമല്ല വലിയൊരു റോൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ആൻമാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമേനിയ പടത്തിന് 2.25 മണിക്കൂറാണ് ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. ഇതോടുകൂടി മാർവലിന്റെ അപ്ഡേറ്റ്സ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് നേരെ DCയിലേക്ക് പോകാം. നമ്മുടെ മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ 2 പടം 2025 വരാൻ പോകുന്നത്. എന്റെ ദൈവമേ, 2023, 2024, 2025 3 വർഷം കാത്തിരിക്കണം. എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ഒരു കിടിലൻ സാധനം കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഹെൻറി കാവിലെ സൂപ്പർമാനായിട്ട് റിട്ടേൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മാൻ ഓഫ് സ്റ്റീൽ 2 പടം ഉണ്ടാവും. അതിന്റെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ 1-2 ആഴ്ച മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂല് നമ്മുടെ റോക്ക് പറയാണ് അവന് ഷസാമിന്റെ പടം ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നുമില്ല, കാരണം ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് വേറെ വേറെ ആണല്ലോ. പിന്നെ ഇതിപ്പോ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒരു രസങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ജെയിംസ് ഗണ്ണ് DCന്റെ ഹെഡായിട്ട് വന്നിരിക്കുകയാണ്. ഉണ്ടായിരിക്കണം ഇപ്പം നമ്മുടെ DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് എന്ന പേര് മാറ്റിയിട്ട് DC യൂണിവേഴ്സ് എന്നാക്കിയിരിക്കുകയാണ്. MCU എന്നൊക്കെ പറയുന്ന പോലെ DCU. അതേതായാലും കലക്കി പൊളിച്ചു തിമിർത്തു. ഇതോടുകൂടി DC യൂണിവേഴ്സിന്റെ അപ്ഡേറ്റ്സ് എല്ലാം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ആനിമി ഭാഗത്തേക്ക് പോകാം. നമ്മുടെ ചെയിൻസോമാന്റെ എപ്പിസോഡ് 5 വരെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന്റെ എപ്പിസോഡ് 6 ഈ 16-ാം തീയതി ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കണ്ടോക്കിക്കോ, കിടിലൻ സാധനം. അതുപോലെ മൈ ഹീറോ അക്കാഡമിന്റെ സീസൺ 6ന്റെ എപ്പിസോഡ് 7 നാളെ വരുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ ടോക്കിയോ റിവഞ്ചേഴ്സിന്റെ സീസൺ 2 അടുത്ത വർഷം ജാനുവരിയിലായിരിക്കും വരുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ജുജുത്സു കൈസന്റെ ഒരു ഗെയിം വരാൻ പോവാണ്. ആക്ച്വലി ഇത് 2 ആഴ്ച മുമ്പ് ഇറങ്ങേണ്ട ഒരു ഗെയിം ആയിരുന്നു. എന്തൊക്കെയോ ബഗ് ഫിക്സിങ്ങും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ നീട്ടി അടുത്ത വർഷത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിന്റെ ട്രെയിലറൊക്കെ അവിടെ പുറത്തുവിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലർ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിക്കോ. അതോടുകൂടി മാർവൽ DC ആനിമി അപ്ഡേറ്റ്സ് കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. വിട്ടുപോയിട്ടുള്ള കുറെ അപ്ഡേറ്റ്സ് വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലൊന്ന് പറയാം. പിന്നെ എന്റെ Instagram ID താഴെ ഉണ്ട്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാം. പിന്നെ നിങ്ങളെ പുതിയ മൂവീസും ആനിമീസും ഒന്നും കിട്ടാതെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ടെലഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിനകത്ത് കയറി ജോയിൻ അടിക്കുക. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.